നിങ്ങളുടെ കയ്യിൽ ഒരു ആൻഡ്രോയിഡ് മൊബൈൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനെയാണ് ഈ വീഡിയോ ഭാഗത്ത് പരിചയപ്പെടുന്നത്. നമ്മുടെ മൊബൈലിലേക്ക് ഒരു കോൾ വരുമ്പോൾ നമ്മൾ ഡ്രൈവിങ്ങിലോ മറ്റോ സന്ദർഭങ്ങളിലാണെങ്കിൽ നമ്മൾ കൈകൊണ്ട് തൊടാതെ നമ്മൾ ജസ്റ്റ് യെസ് പിക്കപ്പ് കോൾ അല്ലെങ്കിൽ കട്ട് ദ കോൾ അല്ലെങ്കിൽ അതിന് ഒരു ഓട്ടോമാറ്റിക്കായിട്ട് മെസ്സേജുകളൊക്കെ അയക്കാനായിട്ട് നിങ്ങൾ മൊബൈലിൽ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ തന്നെ കോൾ വിളിക്കുന്ന ആളുടെ പേര് അനൗൺസ് ചെയ്തു തരും, കോള് ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഒരുപാട് സൗകര്യങ്ങൾ ഇതിനകത്തുണ്ട്. പിന്നെ ഇതിനകത്ത് നിങ്ങളുടെ കോൾ വരുമ്പോഴുള്ള സ്ക്രീന് മൊത്തത്തിൽ മാറ്റിയിട്ട് നല്ല ലൈവ് വാൾപേപ്പറുകളോ അതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോകളോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരുടെ ഫോട്ടോകളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് സാധിക്കും. തീർച്ചയായിട്ടും വളരെയധികം നല്ലൊരു ആപ്ലിക്കേഷനാണ്, ഉപയോഗിച്ച് നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ കാണാനായിട്ട് സാധിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം. അതുപോലെ ഇനിയും നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സമീപത്തായിട്ടുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ആപ്ലിക്കേഷന്റെ പ്രത്യേകതകൾ നമുക്ക് മനസ്സിലാക്കാം. ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ കാണാനായിട്ട് സാധിക്കും. ആപ്ലിക്കേഷൻ നമുക്ക് ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുക. നമ്മളോട് പെർമിഷനുകൾ ചോദിക്കുന്നുണ്ട്, അലോ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇതുപോലെ ഓരോന്നും അവർ ജസ്റ്റ് ഒരു ഡെമോ കാണിക്കുന്നുണ്ട്, നമ്മളത് ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രം മതിയാകും. ഓക്കെ, ആപ്ലിക്കേഷൻ മുഴുവനായിട്ട് അലോ ചെയ്ത് കൊടുക്കുക. ശേഷം പുറകിലോട്ട് വരിക, ഓക്കെ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ വേർഡ് സെറ്റ് ചെയ്യണം. അതിനായിട്ട് ആൻസറിന്റെ വേർഡ് സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്യുന്നത് സ്പീക്കർ, ഓട്ടോ റിപ്ലൈ, അതുപോലെ തന്നെ മ്യൂട്ട്. നമ്മൾ ആൻസർ ആണെങ്കിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ജസ്റ്റ് ഏറ്റവും ചെറിയ സിമ്പിൾ ആയിട്ടുള്ള വാചകങ്ങൾ മാത്രം കൊടുക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് യെസ് അല്ലെങ്കിൽ നോ അല്ലെങ്കിൽ ഹലോ നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതിനായിട്ട് ഈ ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഹലോ ഹലോ 2 തവണ നമ്മൾ കൊടുക്കണം. അപ്പൊ നമുക്കിവിടെ നമ്മൾ കൊടുത്ത വാചകം ഡിറ്റക്ട് ചെയ്ത് കറക്റ്റ് ആണെങ്കിൽ ഇവിടെ കാണിക്കും. സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഡിസ്ലൈൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോ നോ സി നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് കാണിക്കും. നമുക്ക് ഇതും ഓരോന്നും ഇതുപോലെ ചെയ്യാം. അതുപോലെ തന്നെ ഓട്ടോ റിപ്ലൈ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കത് ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ അടുത്ത ഓപ്ഷനിലേക്ക് പോവാം. താഴെ ഒരു 4 ചതുരം കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് തീമുകൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ഒരുപാട് തീമുകൾ നിങ്ങൾക്ക് ഇവിടെ ഇതുപോലെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള തീം സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ നിലവിലുള്ള സ്റ്റൈല് മാറ്റിയിട്ട് ഒട്ടനേകം തീമുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. നിങ്ങൾക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ലൈവ് വാൾപേപ്പറുകൾ വേണമെങ്കിൽ ലൈവ് വാൾപേപ്പറുകൾ കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏതാണോ അത് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇത് സെലക്ട് ചെയ്യുകയാണ്. ഡിസ്കോ എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇതാണ് ഇതിന്റെ ലൈവ് വാൾപേപ്പർ എന്നുള്ളത്. ഓക്കെ, സെറ്റ് ഫോർ ഓൾ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ആയിട്ട് സെറ്റ് ചെയ്യാം. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക കോൺടാക്റ്റിന് മാത്രമാണെങ്കിൽ ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കോൺടാക്ട് മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇവിടെ സെറ്റിംഗ്സ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. സെറ്റിംഗ്സ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കോളർ നെയിം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതായത് നമുക്ക് കോള് നമ്മളിപ്പോൾ യാത്രയിലോ മറ്റാണെങ്കിൽ നമുക്ക് കോൾ ആരാണെന്ന് നോക്കേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് പറഞ്ഞുതരും. അതുപോലെ തന്നെ LED ഫ്ലാഷ് സൗകര്യമുണ്ട്. അതായത് നമുക്ക് കോൾ വരുമ്പോൾ LED നമുക്ക് മിന്നിക്കൊണ്ടിരിക്കും, ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കും. അതിനുള്ള ഒരു സൗകര്യം വേണമെങ്കിൽ നിങ്ങൾക്ക് എനേബിൾ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കോളർ ID ഷോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ കോൾ ബ്ലോക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്യാനുള്ള സൗകര്യം ഇതിനകത്ത് ഉണ്ട്. ഇനി നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഒന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. ഞാൻ എന്റെ വേറൊരു നമ്പറിൽ നിന്നും ഇതിലേക്ക് കോൾ ചെയ്യുകയാണ്. ജസ്റ്റ് നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നതെന്ന്. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, ഒരു പ്രത്യേക വെറൈറ്റി ലുക്കിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. നമുക്ക് പേര് വിളിച്ചു പറയും. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഷോർട്ട് കട്ട് കാണാനായിട്ട് സാധിക്കും. നമുക്കിപ്പോ കോള് കട്ട് ചെയ്യണമെങ്കിൽ നോ കണ്ടോ, നമ്മൾ നോ എന്ന് പറഞ്ഞ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് കോള് കട്ടായിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണോ അത് എടുക്കാനായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തത് നമുക്ക് അത് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ വാചകം പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കോൾ അക്സെപ്റ്റ് ആവും. നമ്മൾ സ്ക്രീനിൽ എവിടെയും തൊടേണ്ട ആവശ്യമോ മറ്റോ ഒന്നും വരുന്നില്ല. അപ്പം വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കോൾ എടുക്കാൻ താല്പര്യമില്ല, ആ സമയത്ത് എന്തെങ്കിലും ഒരു കസ്റ്റം മെസ്സേജ് ആണ് അയക്കേണ്ടത്, നിങ്ങൾ വിളിക്കുന്ന ആളുകൾക്ക് കസ്റ്റം മെസ്സേജ് ആണ് അയക്കേണ്ടതെങ്കിൽ നിങ്ങൾക്ക് അതും സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതും താഴെ ഓപ്ഷനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക. ഉപയോഗിച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.